ഫൈറ്റ് സീക്വൻസുകളിൽ ഒക്കെ ഗംഭീരമായിരുന്നു, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ അവിടുത്തെ ആളുകൾ ഡോഗുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വിധം, അപ്പൊ ആ ഡോഗിന് ഒരു തുടലില്ല, അവരെ പോലത്തെ ഒരാളായിട്ട് തന്നെ ആ ഡോഗിനെ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ അതുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു ഈസിനെസ് വരണല്ലോ, അതിലേക്ക് എങ്ങനെ എത്തി? അതുപോലെ ഈ മുറുക്കാൻ ചവയ്ക്കുന്നതിലേക്ക്, ഇപ്പൊ നമ്മൾ പലപ്പോഴും ചില കല്യാണങ്ങളിലേക്ക് സദ്യ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മുറുക്കാൻ എടുത്ത് ചവച്ചിരിക്കും. നമ്മളെപ്പോഴും അങ്ങനെ മുറുക്കാൻ ചവയ്ക്കുന്ന ആളുകളായിരിക്കില്ല, സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിനകത്ത് അത് എടുത്തിടുന്നത് എത്രയോ കാലമായിട്ട് അയാൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അയാളുടെ ചെറുപ്പം മുതലേ ആ മുറുക്കുന്ന ശീലം അയാൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസിനെസ് ഉണ്ട് ഇതിനകത്ത്, ഒരു റിസ്ട്രെയിൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് ഇതൊക്കെ എത്രയോ കാലമായിട്ടുള്ള ഇതൊക്കെയും ആ 3 മാസ കാലയളവിൽ പഠിച്ചെടുത്തതാണോ? അതെ, അതായത് അവര് സ്മോക്ക് ചെയ്യാറില്ല. നമ്മള് ബേസിക്കലി നമുക്കിപ്പോ ഒരു താഴെയുള്ള ആള് അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കുന്ന പോകുന്ന ആള് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ രീതിയിലുള്ള ഒരു ശീലങ്ങളും നമ്മൾ കണ്ടുവരും. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഒരു തീരെ അതായത് ഒരു യൂത്ത് ആയിട്ടുള്ള ആളാണെങ്കിലും ഇത്തിരി പ്രായമായ ആളാണെങ്കിലും അവരത് ചെയ്യാറില്ല. കാരണം അവരുടെ സ്റ്റാമിന അത് ബാധിക്കുന്നുണ്ട്. അവർ റെഗുലർലി ചെയ്യുന്ന വർക്കിന്, അതായത് മരം കയറുന്ന പോലെയുള്ള വർക്കും കാടിനകത്ത് വേട്ടയ്ക്കൊക്കെ പോകുന്ന സമയത്തായാലും എപ്പോഴെങ്കിലൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഈ അതായത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള എലമെന്റ്സ് തന്നെയാണ് അവർ ഡെയിലി ചെയ്തു വരുന്നത്. ഇപ്പൊ കൾട്ടിവേഷൻ ആണെങ്കിലും ഭയങ്കര ഹാർഡ് വർക്ക് ആണ്. സോ അങ്ങനെയുള്ള പരിപാടി അവർ ചെയ്യുന്ന സമയത്ത് അവർ സ്മോക്ക് ചെയ്യാറില്ല. ഇതേപോലെ തന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഒരു മീനവനായിട്ട് ഞാൻ തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, മീൻപിടുത്തക്കാരായിട്ട്. അവരും സ്മോക്ക് ചെയ്യാറില്ല. കാരണം അവർക്ക് കൂടുതൽ സ്വിം ചെയ്യേണ്ട പ്രോസസ്സ് ആവശ്യം വരുന്ന കാരണം അവർക്ക് അതിന്റെ സ്റ്റാമിന ആവശ്യമുണ്ട്. സോ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ 2 വീഡിയോ എടുത്ത് കത്തിക്കും എന്നുള്ള ഒരു രീതിയല്ല. ഇവർക്ക് വേറെ രീതിയാണ്. ഇവർക്ക് മുറുക്കാനാണ് അവരുടെ ആ ഒരു പാക്കറ്റും അതിനകത്ത് വെച്ചേക്കുന്ന അടക്കിയും അത് പൊളിച്ച് കഴിക്കുക. അതവര് ശാസ്ത്രീയത ഉണ്ട് മുറുക്കാൻ കഴിക്കാത്തതിൽ പോലും. അതെ 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 അവരുടെ ഒരു ഡെയിലി റൊട്ടീനും അവർ ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ നോട്ടമൊന്നുമില്ല, ഓൾറെഡി അറിയാം. അതായത് അവരാണ് നോക്കുന്നത്, ഈ മുറുക്കാനിലേക്ക് നോട്ടമില്ല. പലപ്പോഴും ഇങ്ങനെ എടുത്ത് അങ്ങനെ നമ്മളിപ്പോ റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓൾറെഡി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ആ അടക്ക പൊട്ടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ വെറ്റിലേക്ക് ഒന്ന് റെഡിയാക്കുന്നുണ്ടാവും. അത് അവരുടെ ഡെയിലി റൊട്ടീനായി മാറിയിരിക്കുകയായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ടൈം പോയി നമുക്ക് ഈ ക്യാരക്ടറുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത ശേഷം ഇവരുടെ റെഗുലർ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ മുറുക്കാനാണ് അവരുടെ ഒരു റെഗുലർ പരിപാടി. അപ്പോൾ നമ്മളോട് ചോദിച്ചു, നമുക്ക് ഈ മുറുക്കാനും ചുണ്ണാമ്പൊക്കെ അളവ് കൂടി കഴിഞ്ഞാൽ വായൊക്കെ പൊള്ളുന്നൊരു രീതിയുണ്ട്. അപ്പോൾ മേക്കപ്പ് ടീമിൽ നമ്മളടുത്ത് പറഞ്ഞു, നമുക്ക് ടൂത്ത് ഇനാമൽ പോലെ യൂസ് ചെയ്യാം, പിന്നെ പൗഡർ യൂസ് ചെയ്യാം, അപ്പോൾ നമുക്ക് മുറുക്കാൻ്റെ ഒരു ഇത് കിട്ടും എന്നുള്ളത്. പക്ഷെ എനിക്കിത് ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു, ഈ ടൂത്തിനാമിൽ ഇട്ടുന്ന പരിപാടി. പിന്നെ ഞാൻ അവരായിട്ട് അങ്ങ് ചേർന്നു, വെറ്റില മേടിക്കാൻ തുടങ്ങി, മുറുക്കാൻ തുടങ്ങി. പിന്നെ 45-45ാമത്തെ ദിവസമൊക്കെ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ആ മുറുക്കാനും കിറ്റും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയായിരുന്നു. അത് ഭയങ്കര കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. അവർ നമുക്ക് പറഞ്ഞു തരും ഏത് അളവിൽ ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളത്തില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചവക്കലും പ്രാക്ടീസൊക്കെ അങ്ങനെ തുടങ്ങി ഒരു 10ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയി. ഏത് സാധനത്തിൻ്റെ കൂടെ എങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ വരും, അല്ലെങ്കിൽ ഈ ഷോർട്ടിന് ഇത് യൂസ് ചെയ്യണോ എന്നുള്ളതൊക്കെ അവിടെ നിന്ന് തന്നെ അവരുടെ കൂടെ തന്നെ പഠിച്ചതാണ്. അത് നമുക്ക് പ്രത്യേകം ഇപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അവരുടെ കൂടെ ചേർന്ന് അവർ പറഞ്ഞു തന്ന രീതികളിൽ അത് ഫോളോ അപ്പ് ചെയ്ത് വന്ന കാരണമാണ് അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയത്. ഈ താമി എടുത്തു വെക്കുന്ന ചുവടുകളൊക്കെ വലിയ ചുവടുകളാണ്. ഐ മീൻ ഒരു കാലം വേറൊരു കാലം വെക്കുന്നതൊക്കെ ഭയങ്കര നീട്ടമുള്ള ചുവടുകളാണ്. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരഭാഷയായിരിക്കില്ലല്ലോ അവരുടെ, കാരണം അവർക്ക് പലപ്പോഴും ഇങ്ങനത്തെ വലിയ ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ചാടിയിട്ടൊക്കെ അല്ല അപ്പുറത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരിക. ചിലപ്പോൾ ഒരു അരുവിയുടെ അപ്പുറത്തൊരു കല്ല് മാത്രമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ. ഈ നടത്തത്തിൽ ഈ ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട്. അതിന് ഒബ്സർവേഷൻ തന്നെയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഏർപ്പാട്. അത് വനരാജേട്ടൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ അവരൊരു തോർത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനം, അവർ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തോർത്തും. അതായത് അവരൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് തോർത്ത് വേണം. അവർക്ക് ആ തോർത്ത് എടുത്തിട്ട് അവർ ഏത് രീതിയിൽ അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു സാധനം കെട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ പാമ്പ് കടിക്കുന്ന സമയത്താണെങ്കിൽ അവരത് യൂസ് ചെയ്യും. ആ തോർത്ത് അവർ തുടയ്ക്കും. ചിലപ്പോൾ തറയിലിരിക്കുന്ന സമയത്ത് അവിടെ തട്ടും. അവർക്ക് അങ്ങനെ അത് വൃത്തിയൊന്നും അല്ല അത് നോക്കുന്നത്. അവർക്ക് അവരുടെ ഡ്രസ്സിന്റെ കൂടെ അല്ലെങ്കിൽ അതെ അവരുടെ കൂടെയുള്ള ഒരു സാധനമാണ്. അതേപോലെ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മള് ഇപ്പോ ചെയറൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഹൈറ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ്, നമുക്ക് അവിടെ ഇരിക്കാനാണെങ്കിൽ നമ്മളവിടെ അഴുക്കൊക്കെ ഉണ്ടോ നോക്കും. അവർ അങ്ങനെയുള്ള സ്ഥലമല്ല യൂസ് ചെയ്യുക. അവർ ആദ്യം താഴെ ഇരിക്കും, അവര് നിലത്തായിരിക്കും, അവിടെ ഈർപ്പമാണോ എന്നൊന്നും നോക്കില്ല. ആ തോർത്ത് ജസ്റ്റ് വിരിക്കും, അവിടെ ഇരിക്കും. അതാണ് അവരുടെ കംഫർട്ടബിലിറ്റി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് അവരുടെ അടുത്ത് നിന്ന് നോക്കി പഠിച്ചൊരു കാര്യമായിരുന്നു. പിന്നെ ആ തോർത്തൊരു മെയിൻ എലമെന്റ് തന്നെയായിരുന്നു.
പിന്നെ അന്ന് സമരം നടക്കുന്ന സമയത്തായ നിങ്ങൾ അതിന്റെ ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ അവർ മാക്സിമം വയർ ഇറുക്കി കെട്ടാനായിട്ട് ഉപയോഗിച്ചിരുന്നത് തോർത്താണ്. ആ ഒരു പെയിൻ, ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഈ തോർത്തൊന്നും ഇടുക്കി ജീവിക്കാൻ. അതെ, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒന്ന് ടൈറ്റ് ആകും. ഓൾറെഡി നമ്മൾ മാനസികമായിട്ട് വേറൊരു മൂഡിലായിരിക്കുമല്ലോ ഒന്ന് അവർ ട്രാവൽ ചെയ്തത്. പിന്നെ ഈ തോർത്തും കൂടെ ആണ സമയത്ത് അവർ ഒന്നും കൂടെ ഒന്ന് പവർ ആകും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ക്ലൈമാക്സിന്റെ പോർഷൻസിലൊക്കെ തോർത്ത് വലിച്ച് കെട്ടിയ ഒരു ഇതൊക്കെ എനിക്കൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം. ഈ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ അഭിനയം മനസ്സിലാക്കി കയറുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. 12ാം ക്ലാസ് കഴിയുമ്പോൾ ഏത് പോയിന്റിലായത് ഇത് കൊള്ളാം, നമുക്ക് ആ പോസ്റ്ററിലുള്ള ഒരു തലയിൽ എന്നെ കണ്ടാൽ രസമായിരിക്കും, അങ്ങനെ ഒരു ചിന്ത അതെപ്പോഴാണ് വരുന്നത്? 12th ആക്ച്വലി സിനിമയുടെ സെറ്റിലേക്കാണ് ഞാൻ ഇറങ്ങുന്നത്. അതായത് സിനിമ എന്താ എന്ന് അറിയണം എന്നുള്ളൊരു കൗതുകമായിട്ട് ഞാൻ ഇറങ്ങിപ്പോയ ഒരു സമയമാണ് +2 എന്ന് പറയുന്നത്. അതിന് മുമ്പേ എനിക്ക് അഭിനയം തുടങ്ങിയിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ തന്നെ ഇപ്പോൾ ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ പഠിത്തത്തിലൊന്നും വലിയ കോൺസെൻട്രേഷൻ ഇല്ല, നമ്മളൊരു മീഡിയം മൂഡിൽ അങ്ങ് പഠിച്ചു പോകും. പക്ഷേ ഈ യൂത്ത് ഫെസ്റ്റിവലും കലാപരമായ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലൊന്നും വിളിക്കുമല്ലോ, ആരൊക്കെ അഭിനയിക്കാൻ പേര് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കലോത്സവത്തിന്, അപ്പം നമ്മൾ ആദ്യം ചാടി എണീക്കും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. സ്റ്റേജ് ഫിയർ ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ പോയി, സ്കൂളിൽ നിന്ന് തന്നെ. പിന്നെ +2 എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. കാരണം കലോത്സവങ്ങളും ഇങ്ങനെ സ്റ്റേറ്റിലേക്ക് പോകാൻ, നാഷണലിലേക്ക് പോകുക എന്നുള്ളൊരു പരിപാടിയൊക്കെ അവിടെയാണ്. സോ +2ലേക്ക് വന്ന ശേഷം ഞാൻ ഇത് തന്നെ ഈ കോഴ്സ് അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയി പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൂടൊന്നുമില്ല. ഏതാണ് കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കുമ്പോൾ കൊമേഴ്സ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ കൊമേഴ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ കൊമേഴ്സ് സെലക്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലോത്സവങ്ങൾക്ക് മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് അവാർഡൊക്കെ കിട്ടണം എന്നുള്ളൊരു മൂഡിലായിരുന്നു. സോ അത് ആ പ്രോസസ്സ് അതുപോലെ നടന്നു. പിന്നെ +2 പുറത്തിറങ്ങുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കോർഡിനേറ്റർ വഴി മലർവാടി എന്ന് പറഞ്ഞൊരു സിനിമ നടക്കുന്നുണ്ട്, അപ്പൊ അതിലേക്ക് നമുക്ക് പോകാമെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ തുടക്കം. അതായത് കലോത്സവങ്ങൾ കളിച്ച പോലെയല്ല, നമുക്ക് സിനിമാ സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. 2007 വർഷം. അതെ, ആ ഒരു സമയത്താണ് മലർവാടിന്റെ സെറ്റിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതും ആ ഒരു ക്രൗഡ് കാണുന്നതും സിനിമയുടെ ലൈറ്റ് കാണുന്നതും ആ ഒരു മൈക്കിൽ വരുന്ന ആ ഒരു വോയിസ് കേൾക്കുന്നതൊക്കെ ഞാൻ അവിടെ നിന്നാണ്. അപ്പോൾ മലർവാടിയും പോക്കറ്റ് രാജയും വർക്ക് ചെയ്ത ശേഷം എനിക്ക് മനസ്സിലായി ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ക്യാമറയിലേക്കുള്ള ദൂരം കുറച്ച് കൂടുതലാണ്. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതായത് ആരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു AD ഉണ്ട്, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഉണ്ട്, ഒരു കോ ഡയറക്ടർ ഉണ്ട് സിനിമയ്ക്ക് എന്നുള്ളത് പ്രോസസ്സൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും പഠിക്കണം, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. കാരണം ഞാൻ അന്ന് കാണുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന എല്ലാവരും ലെജൻസ്. അമ്പിളി ചേട്ടനാണ്, സുരാജ് ചേട്ടനുണ്ട്, സലീം സാറുണ്ട്, ദിലീപ് ഏട്ടനാണെന്ന് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ദിലീപ് ഏട്ടൻ വരുന്നു സെറ്റിലേക്ക്. എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൂടുക, കൗതുകം കൂടുന്നു. പക്ഷെ നമുക്ക് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സംസാരിക്കാനുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോയി പഠിച്ചതും കോൺടാക്ട്സ് ഒക്കെ കിട്ടിയതും. അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സിനിമയിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ആരെ കണക്ട് ചെയ്താലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ കുറച്ചായി പഠിക്കും. പിന്നെ എനിക്ക് മാസ്റ്റർ എന്നുള്ള സിനിമ കിട്ടിയ സമയത്ത് ഓക്കെ ആയിരുന്നു, ഇതാണ് സിനിമയുടെ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയതൊക്കെ മാസ്റ്ററിലായിരുന്നു. പിന്നെ മാസ്റ്റർ റിലീസ് ആയ ശേഷമാണ് എൻ്റെ ഫേസ് ആദ്യമായിട്ട്, ഞാൻ ആദ്യമേ മലർവാടിയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ ഫേസ് എവിടെയെങ്കിലും കാണുന്നുള്ളത്. കാരണം ഒരു ക്യാമറ വെച്ച സമയത്ത് അതൊരു സൂം ക്യാമറയാണെന്നുള്ളത് എനിക്കറിയില്ല, അത് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അറിയില്ല. പക്ഷെ ഞാൻ ആ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പല ഗോഷ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട്, അതായത് ആ സീനോട് സംബന്ധിച്ച്. പക്ഷെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അതൊന്നും ഇല്ല, അത് വേറെ ആരെയോ ഫോക്കസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയത് ഞാൻ മാസ്റ്ററിലാണ് ആദ്യമായിട്ട് സ്ക്രീനിൽ ഫേസ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാമറമാൻ പറയുന്നു കുറച്ച് ലെഫ്റ്റിലേക്ക് വാ, ഇതാണ് നിന്റെ പോയിന്റ് എന്നൊക്കെ പറയുമ്പോഴാണ് ഓക്കെ ഇപ്പോഴാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയത് ഞാൻ അവിടെയായിരുന്നു. സോ അങ്ങനെയാണ് ആ ഒരു ട്രാവൽ തുടങ്ങിയത്.